നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിടിച്ചെടുത്ത ഓട്ടോറിക്ഷ പൊളിച്ച് ലേലത്തിൽ വിറ്റ് പോലീസിന്റെ ക്രൂരത. വയനാട് മേപ്പാടി പോലീസാണ് മുക്കിൽ പീടിക സ്വദേശി നാരായണന്റെ ജീവിതമാർഗം തൂക്കിവിറ്റത്. നീതി തേടി വർഷങ്ങളായി നിയമ പോരാട്ടത്തിലാണ് നാരായണൻ. 2018 നാരായണന്റെ വരുമാന മാർഗമായിരുന്ന ഓട്ടോറിക്ഷ ഇൻഷുറൻസ് ഇല്ലെന്ന കാരണത്താൽ മേപ്പാടി പോലീസ് പിടിച്ചെടുത്തത്. 1000 രൂപ പിഴയും ഇൻഷുറൻസും അടച്ചാൽ ഓട്ടോ വിട്ടു നൽകാമെന്ന് പോലീസ് അറിയിച്ചു. എറണാകുളത്ത് സെക്യൂരിറ്റി പണി ചെയ്ത് ഇൻഷുറൻസ് അടയ്ക്കാനുള്ള പണമുണ്ടാക്കി. എന്നാൽ 2 മാസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ നാരായണൻ കണ്ടത് ഉന്തിക്കൊണ്ടുപോകാൻ പോലും കഴിയാത്ത വിധം തകർത്ത ഓട്ടോയാണ്. സമീപത്തായി ഒരു മണ്ണുമാന്തി യന്ത്രവും. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് കൈമലർത്തിയ പോലീസ് വാഹനം കൊണ്ടുപോകാൻ വൈകിയത് കൊണ്ടല്ലേ ഇതെല്ലാം നടന്നതെന്ന് നാരായണനെ കുറ്റപ്പെടുത്തി. ഉള്ളതെല്ലാം പണയപ്പെടുത്തിയാണ് ഓട്ടോ വാങ്ങിയത്. നഷ്ടപരിഹാരത്തിന് വേണ്ടി വർഷങ്ങളായി അലച്ചിലിലാണ് നാരായണൻ. വക്കീൽ ഫീസിന് പണമില്ലാത്തതിനാൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് നിയമവഴി. ഇതിനിടെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പോലീസിന്റെ റിപ്പോർട്ടെത്തി. സ്റ്റേഷന്റെ സ്ഥലപരിമിതി കാരണം ഓട്ടോ പാലക്കാട്ടുള്ള ഒരു സ്റ്റീൽ കമ്പനിക്ക് ലേലത്തിൽ വിറ്റുവെന്ന്. സ്റ്റേഷൻ വളപ്പിൽ ഓട്ടോ തകർത്തിട്ട് അത് തൂക്കി വിറ്റിട്ടും ഒന്നും അറിയില്ലെന്ന ഒഴുക്കൻ മറുപടിയിൽ പോലീസ് സുരക്ഷിതരായി. തന്റെ തകർത്ത ഓട്ടോറിക്ഷയെ ഓർത്ത് ഇപ്പോഴും നാരായണന്റെ ഉള്ളുരുകുന്നുണ്ട്. എത്ര പേരുടെ മുന്നിൽ കണ്ണീർ പൊഴിച്ചു. കഞ്ഞി കുടിച്ച് പോണമെങ്കിൽ എനിക്ക് ഓട്ടോ കിട്ടിയേ പറ്റൂ. നിസാര പൈസയ്ക്കാണ് അവരത് വിറ്റത്. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, നാരായണൻ പറയുന്നു.